ഈ ജീവിതം മഴകല്ലയോ, ഈ ജീവിതം പ്രിയമല്ലയോ, ഈ നാളിലെ മുറിവൊന്നിതാ നാളെ വരും മധുരങ്ങളായി പുലർവേളയിൽ തെളിനീരിടും നദിയായിടം ഒഴുകാമിതാ. ഹേ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഫുള്ള് മൂഞ്ചിലായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മളെ ചാനലിലെ ഫസ്റ്റ് വ്ളോഗാണ്. വീഡിയോ ചെയ്തിട്ട് ശീലമൊന്നുമില്ല, പിന്നെ ഓരോ വ്ളോഗ് കണ്ടിട്ടാണ് ചെയ്യണത്. പിന്നെ ഈ വീഡിയോയിൽ ഫുൾ ക്ലിപ്സ് ഒന്നുമില്ല, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതും ഈ വീഡിയോയിൽ കാണുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നും നിങ്ങൾക്ക് തോന്നില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം. വൈകിട്ടൊരു 4:30 ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ മൂച്ചിലായിരുന്നു. എന്തായാലും കുറേ ആയി മൂവിയൊക്കെ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ മൂവി കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോയി നോക്കുമ്പോൾ ഇതേ നെക്സ്റ്റ് മൂവി ഏറെക്കാന്നാണ് പറഞ്ഞത്. എന്നാൽ ടൈം ആകുമ്പോൾ പോയാൽ പോരെ വിചാരിച്ച് നേരെ തുഞ്ചൻ പറമ്പിൽ പോയി. അപ്പോൾ നോക്കുമ്പോൾ അതാണ് അടച്ചിട്ടിക്കണം കണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ നോക്കുമ്പോഴാണ് വണ്ടി നേരെ നൂലിലേക്കേക്ക് വിട്ടത്. അവിടെ എത്തിയപ്പോൾ ഉമ്മ പറഞ്ഞ് ഉമ്മയും ഉപ്പയും അതുപോലെ നൂലിലേക്കും തമ്മിൽ ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അത് കേൾക്കാം. അതായത് 19 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉമ്മാടിപ്പാടിയും വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ഇവിടെ വെച്ചിട്ടായിരുന്നു. നൂലിലേക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് കണ്ട നൂലിലേക്കും ഇപ്പോൾ കാണുന്ന നൂലിലേക്കും നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതേ 19 വർഷങ്ങൾക്ക് ശേഷമാണ് 3 മക്കളായിട്ട് ഒരുമിച്ച് അവർ വരുന്നത്. ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ നൂലിലേക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് തുറന്നാലല്ലേ കയറാൻ പറ്റുള്ളൂ. 5 മണിക്ക് പൂട്ടത്ര, അതിപ്പോൾ നമുക്കറിയില്ലല്ലോ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അങ്ങനെ ഒരു 6:45 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ടിക്കറ്റ് എടുക്കാൻ തിയേറ്റർക്ക്. അത്യാവശ്യത്തിന് നല്ല പൊലിവിലായിരുന്നു ഞങ്ങൾ, കാരണം ജിങ്കാന കാണാൻ പോവായിരുന്നു. അങ്ങനെ അവിടെ എത്തിയതും അവിടുത്തെ ആൾ ചോദിച്ച് മുന്നേ ടിക്കറ്റ് എടുത്താണോ? ഞങ്ങളെല്ലാന്നും പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു ടിക്കറ്റ് ഒക്കെ തീർന്ന് ഇനിയിപ്പോൾ ഒരു 4 ടിക്കറ്റും കൂടെ ഉണ്ടെന്ന്. ടിക്കറ്റ് എടുക്കാൻ ഇറങ്ങിയതും ആ ചങ്ങായി പറഞ്ഞു ഇനിയിപ്പോൾ ആ വണ്ടിക്കന്നെ കയറിക്കോളും, സീറ്റ് ഫുള്ളായിരുന്നു. ഞാൻ നേരത്തെ ഡയലോഗ് ഇനി ഇടണ്ടല്ലോ അല്ലേ, അത് പിന്നെ ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ അടുത്ത തിയേറ്ററിലേക്ക് വിട്ട്. അപ്പോൾ നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ ബസൂക്ക. അതെങ്കിൽ അത് എന്നുള്ള രീതിയിൽ പോയി. എല്ലാ മൂഡും പോയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഫോണും ചത്ത് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ കഷായം കുടിച്ച് ഞങ്ങളെ മുഖം കാണേണ്ടി വന്നിരുന്നു. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ എങ്ങനെയൊക്കെയോ തീർത്ത്. പിന്നീട് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എൻ്റെ പൊന്നെ വായിലിട്ട് ചവക്കുകയും ചെയ്ത് ഇന്നിപ്പോൾ തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ എന്ന അവസ്ഥയായിരുന്നു. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല, ഒരു സുഖമില്ല. സംഭവം ഇടിയും തല്ലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ ഈ മമ്മൂട്ടിയുടെ മൂവി ആകുമ്പോൾ അടിപൊളിയാവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഒപ്പീനിയനാണ്. വേറെ ആരെങ്കിലും മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. പൈസ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ കണ്ടു തീർത്ത്. സീറ്റൊക്കെ വേക്കൻ്റ് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളെ കൂടെ വന്നവർക്കും അതേപോലെ തന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഈ മൂവി വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സംഭവം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാധാരണയും മമ്മൂട്ടിയുടെ മൂവിയുടെ പോലെ ഒരു സുഖം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പൈസ കൊടുത്തല്ലേന്ന് കരുതിയിട്ട് എങ്ങനെയൊക്കെയോ മൂവി കണ്ട് തീർത്ത്. ഇപ്പം എന്താ, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ എവിടേക്കും പോകണില്ല. ഇനി പോയാൽ മൂഞ്ചാൻ വയ്യേ, അതുകൊണ്ടാണ്. അങ്ങനെ മൂവി കണ്ട ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമും അതേപോലെ പോപ്കോണും അതൊക്കെ കഴിച്ച് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്കാണ്. അതിന് മുന്നേ ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളൊരു ഷവർമ ഒക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ.